നമസ്കാരം. ഈസി ടെക്നോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ കളർ മങ്ങിയ രീതിയിൽ നിന്ന് ആരംഭിക്കുകയും അവസാനിക്കുന്ന സമയത്ത് കളർ മങ്ങിയിട്ട് പോകുന്നൊരു ഇഫക്റ്റ് നമ്മൾ വീഡിയോയിൽ കാണാറുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ഇഫക്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം, കളർ മങ്ങിയിട്ട് എൻ്റെ വീഡിയോ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇനി വീഡിയോ അവസാനിക്കുന്ന സമയത്തും ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കളർ മങ്ങിയിട്ട് വീഡിയോ അവസാനിക്കുന്ന ഒരു ഇഫക്റ്റ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കളർ മങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് എങ്ങനെയാണ് നമ്മുടെ വീഡിയോയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുക എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പ്രവേശിക്കാം. ഇവിടെ എഡിറ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ക്ലിപ്പ് ടൈം ലൈനിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. ഞാനിവിടെ ഒന്ന് എൻ്റെ വീഡിയോ 1 എന്ന ട്രാക്കിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇഫക്റ്റിൽ പോയിട്ട് ഈ ബോക്സിൽ മുകളിൽ കാണുന്ന സെർച്ച് ബോക്സിൽ ഫെയ്ഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാം ഫെയ്ഡ് ഫ്രം ബ്ലാക്ക്, ഫെയ്ഡ് ടു ബ്ലാക്ക് എന്ന് കാണാം. ഫെയ്ഡ് ഫ്രം ബ്ലാക്ക് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ട്രാക്കിൽ ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫെയ്ഡ് ഫ്രം ബ്ലാക്കിൻ്റെ ഒരു അടയാളം നിങ്ങൾക്കിവിടെ കാണാം. ഇതിൻ്റെ വാല്യൂ കൂട്ടിക്കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് വലത് ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഫെയ്ഡ് ഫ്രം ബ്ലാക്ക് എന്ന് കാണാം. ഡ്യൂറേഷൻ എന്നത് വലിച്ച് അല്പം നീട്ടിക്കൊടുക്കുന്നു. ആ സമയത്ത് ടൈം ലൈനിലുള്ള ഈ അടയാളം കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. എത്രയാണോ വേണ്ടത് അതുവരെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫെയ്ഡ് ഫ്രം ബ്ലാക്ക് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഈ ട്രാക്കിൽ തന്നെ ഫെയ്ഡ് ടു ബ്ലാക്കും നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. തൊട്ട് താഴെ ഫെയ്ഡ് ടു ബ്ലാക്ക് കാണാം. ഫെയ്ഡ് ടു ബ്ലാക്കും ഇതുപോലെ ഇതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടിക്കൊടുക്കുന്നു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് കാണാം മങ്ങിയ രീതിയിൽ വീഡിയോ ആരംഭിച്ചിട്ടുണ്ട്. ഇനി വീഡിയോ അവസാനിക്കുന്ന സമയത്തുണ്ടാകുന്ന മാറ്റവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പോൾ കളർ മങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ രീതിയിൽ മനോഹരമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്.